ഹലോ എവരി വൺ. സോ നമ്മൾ ഇന്ന് PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്, കഥകളി. സോ കഥകളിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കഥകളിയുടെ ഉത്ഭവമാണ്. കഥകളിയുടെ ഉത്ഭവം രാമനാട്ടത്തിൽ നിന്നാണ്. കഥകളിയുടെ ഉത്ഭവം രാമനാട്ടത്തിൽ നിന്നാണ്. അതുപോലെ കഥകളി അറിയപ്പെടുന്ന മറ്റു പേരുകളും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെട്ടത്ത് സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്നിങ്ങനെ അറിയപ്പെടുന്നതും കഥകളിയാണ്. അതുപോലെ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. ഇനി ചതുർവിധ അഭിനയ സങ്കേതങ്ങളെ അടിസ്ഥാനമാക്കിയതാണ് കഥകളി എന്ന് പറയുന്നത്. അതിൽ ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നിവ ഉൾപ്പെടുന്നു. ഇനി പ്രധാനമായ മറ്റൊരു കാര്യമാണ് കഥകളിയിലെ വേഷങ്ങൾ. കഥകളിയിൽ മുഖ്യമായും എത്ര വേഷങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 5 വേഷങ്ങളാണ് കഥകളിയിൽ മുഖ്യമായും വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 വേഷങ്ങളുണ്ട്. ഇതാണ് കഥകളിയിലെ 5 വേഷങ്ങളിൽ വരുന്നത്. ഇതിൽ പച്ച വേഷം സൂചിപ്പിക്കുന്നത് സാത്വിക ഭാവത്തിനെയും നായകന്മാരെയും ചിത്രീകരിക്കുന്ന വേഷമാണ് പച്ച വേഷം എന്ന് പറയുന്നത്. ഇനി കരിവേഷം സൂചിപ്പിക്കുന്നത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് കരിവേഷം ചിത്രീകരിക്കുന്നത്. അതുപോലെ മിനുക്ക് സൂചിപ്പിക്കുന്നത് സ്ത്രീകളെയും മുനിമാരെയും ചിത്രീകരിക്കുന്ന വേഷമാണ് മിനുക്ക് വേഷം. അതുപോലെ കത്തി ദുഷ്ട കഥാപാത്രങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇനി താടി വേഷം പ്രധാനമായിട്ടും വീണ്ടും 3 തിരിയുന്നുണ്ട്. അതിൽ വെളുത്ത താടിയുണ്ട്, ചുവന്ന താടി, അതുപോലെ തന്നെ കറുത്ത താടി. വെളുത്ത താടി മനുഷ്യാതീതമായ കഴിവുകൾ ഉള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നു. ചുവന്ന താടിയാണെങ്കിൽ ദുഷ്ട കഥാപാത്രങ്ങളെയും സൂചിപ്പിക്കുന്നു. കൂടാതെ കറുത്ത താടി വേടന്മാരെയും നായാട്ടുകാരെയുമാണ് സൂചിപ്പിക്കുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേഷങ്ങളാണ്. സോ കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ്. കഥകളിയിലെ മുദ്രകൾക്ക് അടിസ്ഥാനമാക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥം ചോദിച്ചാൽ അതാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക കഥകളിയിലെ മുദ്രകൾക്ക് അടിസ്ഥാനമാക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ്. ഇനി പ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ് കഥകളിയിലെ ചടങ്ങുകൾ. 8 ചടങ്ങുകളാണ് കഥകളിയിൽ പ്രധാനമായും വരുന്നത്. ഇതിലെ ഫസ്റ്റ് ചടങ്ങാണ് കേളികൊട്ട്, രണ്ടാമത് അരങ്ങ് കേളി, മൂന്നാമത് തോടയം, ദെൻ വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി എന്നിങ്ങനെ പോകുന്നു. ഇതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആദ്യ ചടങ്ങും അവസാന ചടങ്ങുമാണ്. സോ ഫസ്റ്റ് ചടങ്ങ് കേളികൊട്ടാണെന്നും അവസാന ചടങ്ങ് ധനാശിയാണെന്നും ഓർത്തിരിക്കുക. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്നത് തിരനോട്ടം എന്നാണ്. കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം എന്ന പേരിലും അറിയപ്പെടുന്നു. PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി കഥകളിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടക്ക, ചേങ്ങില, ഇലത്താളം, ശംഖ് എന്നിവയാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ചെണ്ട, മദ്ദളം, ഇടക്ക, ചേങ്ങില, ഇലത്താളം, ശംഖ്. ഇനി കഥകളിയിലെ മുദ്രകളുടെ എണ്ണം ചോദിച്ചാൽ 24 മുദ്രകളാണ് കഥകളിയിൽ വരുന്നത്. പ്രധാന ഗായകനും 2ാം പാട്ടുകാരനും അടങ്ങിയതാണ് കഥകളിയിൽ. ഫസ്റ്റ് വരുന്ന പ്രധാന ഗായകനെ പൊന്നാനി എന്ന പേരിലാണ് അറിയപ്പെടുക. 2ാം പാട്ടുകാരനെ ശിങ്കിടി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ദേശീയ കഥകളി ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനം. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതത്തിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് സോപാന സംഗീതം എന്ന് പറയാം. സോപാന സംഗീതമാണ് കഥകളിയിൽ ഉപയോഗിക്കുക. സോ ഇനി നമ്മൾ നോക്കുന്നത് കഥകളിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചത് നമുക്കറിയാം കേരള കലാമണ്ഡലത്തിലൂടെയാണെന്നറിയാം. വള്ളത്തോളും മുകുന്ദരാജാവും കൂടി സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. 1913
1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചതെന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും കഥകളിയെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. കഥകളിയുടെ ഉത്ഭവം രാമനാട്ടത്തിൽ നിന്നാണെന്നും വെട്ടത്ത് സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്ലിങ്ങാട്ട് സമ്പ്രദായം എന്നിങ്ങനെ അറിയപ്പെടുന്നതും കഥകളിയാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാൻ. ചതുർവിധ അഭിനയ സങ്കേതങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ മുഖ്യമായും 5 കഥകളി വേഷങ്ങൾ: പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ്. കഥകളിയിലെ മുദ്രകൾക്ക് അടിസ്ഥാനമാക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥം ചോദിച്ചാൽ അതാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക കഥകളിയിലെ മുദ്രകൾക്ക് അടിസ്ഥാനമാക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ്. കഥകളിയിലെ 8 ചടങ്ങുകൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ആദ്യ ചടങ്ങ് കേളികൊട്ടും അവസാന ചടങ്ങ് ധനാശി എന്നും ഓർക്കുക. കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്നത് തിരനോട്ടം എന്നാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടക്ക, ചേങ്ങില, ഇലത്താളം, ശംഖ്. മുദ്രകൾ 24. പ്രധാന ഗായകൻ പൊന്നാനി എന്നും രണ്ടാം പാട്ടുകാരൻ ശിങ്കിടി എന്നും അറിയപ്പെടുന്നു. ദേശീയ കഥകളി ദിനം എന്നാണ് ഒക്ടോബർ 16. കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കേരള കലാമണ്ഡലത്തിലൂടെയാണ് കഥകളി പ്രചാരം വർദ്ധിച്ചത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.